ജാക്ലിനും അരുണും കൂടിയാണ് ഇന്ന് ഒരു അടി പൊട്ടുന്നത്. മണിക്കൂറുകളോളം ജാക്ലിൻ വാഷ്റൂമിനകത്തിരുന്ന് കരയുന്നുണ്ട്. ഈ ടാസ്കിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് ടാസ്ക് കഴിഞ്ഞു, വീക്കിലി ടാസ്ക് ഒക്കെ കഴിഞ്ഞു. സ്കൂൾ ടാസ്കിൽ ഇന്ന് നമ്മുടെ ലവ്, അതാണ് പ്രശ്നം. ഒരാൾ ബാത്റൂമിൽ ലിപ്സ്റ്റിക് വെച്ച് വരച്ചെഴുതി വെക്കുന്നു ഗ്ലാസ്സിൽ, കണ്ണാടിയിൽ. അതിൻ്റെ പേരിലുള്ള ചർച്ചയും വഴക്കും പ്രശ്നങ്ങളും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ജാക്ലിനും അരുണും കൂടി ഇഷ്യൂ ആവുന്നത്. ജാക്ലിൻ പോയി ദീപകിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് കാലൊക്കെ പിടിക്കുന്നു. മഞ്ജരിയും തർഷികയും കൂടെ ടാസ്കിന്റെ പേരിലൊരു ഇഷ്യൂ ആവുന്നുണ്ട്. തർഷിക ആവശ്യമില്ലാതെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു റാങ്കിങ് ടാസ്ക് കൊണ്ടുവന്നു. അതായത് ചിൽഡ്രൻസ് ഡേ കൂടി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് വെറൈറ്റി ടാസ്കിൽ കൊണ്ടുവന്നു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്കിലി ടാസ്ക് കൊടുക്കുമ്പോൾ ഇന്ന് വരെ 24/7 ടാസ്ക് കൊടുത്ത് നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സാധനങ്ങൾ വളരെ കുറവായിരിക്കും. ചില ടാസ്കുകളിൽ മാത്രമായിരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന കോണ്ടന്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഈവൻ ചൊവ്വ, ബുധൻ, വ്യാഴം നമ്മൾ 3 ദിവസം കണ്ടു ടാസ്ക്, അല്ലേ? ഫുള്ളും കണ്ടു. ടാസ്ക് തുടങ്ങിയ ടൈം മുതൽ ഇന്ന് നിർത്തുന്നത് വരെയും 24/7 ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഫുൾ ടൈം എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. വീക്കിലി ടാസ്ക് മറ്റേതാണെങ്കിൽ നിർത്തി വെക്കും, കുറച്ച് കഴിഞ്ഞ് ഡെയിലി ടാസ്ക് വരെ. പക്ഷേ ഇത് ഫുള്ളായിട്ട് കാണിച്ചു. പിന്നെ എന്താണ്, പ്രാങ്കിന്റെ കാര്യം ഇതുവരെയും അതിനകത്ത് തുറന്നു പറഞ്ഞിട്ടില്ല. എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞ നേരം കാണിച്ചിട്ടില്ല. ഇപ്പൊ നാളെ ബിഗ് ബോസ് പറയുന്നെങ്കിലേ ഉള്ളൂ ആ പ്രാങ്കിന്റെ കാര്യം. വർഷിണി ഇന്ന് കുട്ടികൾ അനാവശ്യമായി സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുന്നതിനെ തുടർന്ന് കുട്ടികളെല്ലാം കൂടി പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നുണ്ട്. വീക്കിലി ടാസ്ക് കൊള്ളാം, പക്ഷേ ഡെയിലി ടാസ്ക് 2 വന്നില്ല. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ഡെയിലി ടാസ്ക് 2. നാളെ ഫ്രൈഡേ ആണല്ലോ. അപ്പം നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് ഡെയിലി ടാസ്ക് 2-ൽ ഇനിയിപ്പോൾ ആണുങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ വീണ്ടും സമാസമമാവും. ഡെയിലി ടാസ്ക് 3 കൂടെ നാളെ തന്നെ നടത്തേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ജഗപോക്കെ ആയിരിക്കും നാളെ. കാരണം ഡെയിലി ടാസ്ക് 2, 3 രണ്ടും പ്രതീക്ഷിക്കാം നമുക്ക്. 2, 3 പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക്. ക്യാപ്റ്റൻസി ചിലപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കും കാണും, ക്യാപ്റ്റൻസി നോമിനേഷൻ എന്തായാലും കാണും. പിന്നെ അതിനുശേഷം ഈ വേസ്റ്റ് പെർഫോമൻസിന്റെ ആ സാധനങ്ങളും കാണും. നാളെ മൊത്തം ഞെരുങ്ങി നല്ല ഇടിഞ്ഞു കുത്തിയ എപ്പിസോഡായിരിക്കും. ഹോട്ട്സ്റ്റാറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ചാർജ് ചെയ്യുന്നത് വെറുതെയാണ്. കാരണം എപ്പിസോഡ് ഇന്ന് വന്നത് 9 മണിക്ക് കറക്റ്റ് എപ്പിസോഡ് വരുന്നതാണ്. കഴിഞ്ഞ തമിഴ് ബിഗ് ബോസിന്റെ സമയത്ത് സീസൺ 7 നടന്നിരുന്ന സമയത്തൊക്കെ ഒരു 8:50, 8:45 ആകുമ്പോഴത്തേക്ക് എപ്പിസോഡ് വരും. ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡ് വരും. ടി വിയിൽ 9:30-ക്കാണ് തുടങ്ങുന്നത്. ഇത്തവണ എന്നാൽ 9 മണിക്കൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ആദ്യത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ചയൊക്കെ 9 മണിക്ക് വരുമായിരുന്നു. കൃത്യം 9 മണിയാകുമ്പോൾ എപ്പിസോഡ് വരുമായിരുന്നു ഹോട്ട്സ്റ്റാറിൽ. ഇപ്പം 9, 9:10, 9:50, 10:30. ഇന്ന് 10:10-നാണ് എപ്പിസോഡ് വന്നത്. അത്രയും ലാഗായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്തിനാണ് പൈസ അടയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഹോട്ട്സ്റ്റാറിന് പൈസ അടയ്ക്കുന്നത് വെറുതെയാണ്. TRP കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഹോട്ട്സ്റ്റാറിൽ പതിയെ അപ്ലോഡ് ചെയ്യുന്നത്. ജിയോ സ്റ്റാർ ആവുമല്ലോ ഉടനെ, കണ്ടറിയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വന്നത്, എനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ഇതെല്ലാം മാറി. പക്ഷെ ഈ കണ്ണ് ഭയങ്കര സീനാണ്. അലർജി ആയിട്ട് എനിക്കിങ്ങനെ കണ്ണിങ്ങനെ ചൊറിഞ്ഞിങ്ങനെ വെള്ളം എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും തുമ്മലും ഒക്കെ ഉണ്ട്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ബിഗ് ബോസ് സീസൺ 8-ന്റെ ഡേ 39-ലെ November 14-ലെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ അലാറം അടിക്കുന്നു. ശിവ എഴുന്നേക്കുന്നു. ശിവയ്ക്കാണ് പണി കിട്ടുന്നത്. കാരണം അലാറം രാവിലെ 7 മണിയാകുമ്പോൾ അടിക്കും. അപ്പോൾ ശിവ വാച്ച്മാൻ ആയതുകൊണ്ടാണ് ശിവയ്ക്ക് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. പിന്നീട് അതിനുശേഷം കുട്ടികൾക്കുള്ള സൈറൺ അടിക്കുന്നു. അങ്ങനെ കുട്ടികളെ വിളിച്ചുണർത്താൻ തുടങ്ങുകയാണ് അധികൃതർ. അപ്പോഴാണ് നമ്മുടെ ടാസ്ക് ലെറ്റർ പോലെ ഒരു ലെറ്റർ സ്റ്റോർ റൂമിൽ വരുന്നത്. ചിൽഡ്രൻസ് ഡേയുടെ പ്രോഗ്രാംസ് ആണ്, എക്സാംസ് നടത്തണം, വാമപ്പ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞൊരു സർക്കുലറാണ് വരുന്നത്. അപ്പം ജെഫ്രി, മഞ്ജരിയും കൂടെ കുട്ടികളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ സത്യം എന്താണ്, രാവിലെ എന്താ സർക്കുലർ? അത് ഇന്ന് എക്സാം ഉണ്ട്. എക്സാം ഇപ്പോഴാണ് പറയുന്നത് എക്സാം ഒക്കെ. അത് രാവിലെയാണ് സർക്കുലർ വന്നത്. റെസിഡൻഷ്യൽ സ്കൂളിൽ അങ്ങനെയാണ് എക്സാം. രാവിലെ വാമപ്പ് ചെയ്തിട്ട് എക്സാമിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. റാണവ് കേൾക്കുന്നില്ല. റാണവ് രാവിലെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കുവാണ്. റാണവിൻ്റെ അടുത്ത് എല്ലായിടത്തും വന്ന് അസംബിൾ ചെയ്ത് നിൽക്കാൻ പറയാണ്. കേൾക്കുന്നില്ല. ഞാൻ വരൂല. എന്തിനിപ്പോൾ വരുന്നത്? സത്യം കേൾക്കുന്നില്ല. അപ്പോൾ റാണവിന് സത്യക്ക് നല്ലപോലെ. റാണവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 കാല വീഴാൻ പിടിച്ച പൂച്ചയാണ്. കാരണം കിട്ടിയ ചാൻസ് മുതലാക്കി കളയുന്നുണ്ട്. ജെഫ്രി ദേഷ്യപ്പെടുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ചിൽഡ്രൻസ് ഡേ ആണ്, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. റാവണവിനെ സത്യം വാമപ്പിൽ നിന്നും പുറത്താക്കുന്നു. വിശാൽ വന്ന് കുറേ കറഞ്ഞൊരു വിരീസ് ഉണ്ടാക്കുന്നു. വിശാലിനെയും പിടിച്ച് പുറത്താക്കുന്നു. കുറച്ച് കഴിഞ്ഞ് റാണവ് വീണ്ടും
വേണ്ടി എന്തിനാണ് എന്തോ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അനാവശ്യ പ്രശ്നങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നു. അപ്പോൾ അരുൺ റാണവിൻ്റെ അടുത്ത് നീ രാവിലെ ചെയ്തത് നല്ല ഇറിറ്റേറ്റഡ് ആണ്, നിന്റെ ക്യാരക്ടറിൽ നിന്ന് നീ പുറത്തു വരണം, എന്തിനാണ് നീ ഇങ്ങനെ കാണിക്കുന്നത്, കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ തമിഴ് 2-3 തവണ കേട്ട് നോക്കി, എന്താണ് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായി പിടികിട്ടിയില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലായ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ഒരാളടുത്ത് തെറ്റ് ചെയ്തു, അപ്പം നമുക്ക് അയാളോട് മാപ്പ് പറയണം. അപ്പം തെറ്റ് ചെയ്ത ആൾ ആരാണ്, മാപ്പ് ചോദിക്കുന്ന ആൾ ആരാണ്, മാപ്പ് കൊടുക്കേണ്ട ആൾ ആരാണ്, തെറ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് തമിഴ് ടീച്ചറായിട്ടുള്ള നമ്മുടെ മഞ്ചരിയിൽ കൊടുക്കണം. മഞ്ചരി അത് കറക്റ്റ് ചെയ്ത് തരുമെന്ന് പറയണം. ഇപ്പം തെറ്റുകാരൻ ഞാൻ തന്നെ ആവണ്ട, വേറൊരാൾ തെറ്റ് ഇന്ന ആൾ എ ബിയോട് തെറ്റ് ചെയ്തു, എ ചെയ്ത തെറ്റിത് ബി തെറ്റിന് മാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ബി ഇങ്ങനെ പറയണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതിനെ കുറേ കോമഡി ആക്കിയിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി മഞ്ചരിക്ക് എഴുതുന്നുണ്ട്. മഞ്ചരി അതെല്ലാം വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് റിയ മഞ്ചരി ആയിട്ടുള്ള ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് റിയ പറയാണ് തങ്കമേ 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങളെ ലെറ്ററിൽ എഴുതി നിങ്ങളെ കളിയാക്കുകയാണ് ചെയ്തത്. അവർക്കൊക്കെ നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കും ടീച്ചറെ. അപ്പോൾ മഞ്ചരി നിന്നെ കാണിക്കാൻ എന്തിനും ഞാൻ പണിഷ്മെന്റ് കൊടുക്കണം, ഞാൻ പണിഷ്മെന്റ് കൊടുക്കാൻ പോണ കാര്യം നിന്റെ പറയണോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ തർഷിക കുറച്ച് കഴിഞ്ഞിട്ട് കൊളുത്ത് വിടരുത് റിയ, കേട്ടാ, കൊളുത്ത് വിട്ട് ഞാൻ എന്ത് കൊളുത്ത് വിട്ട്. അടുത്ത് അസംബ്ലി കൂടുകയാണ്. ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന്റെ വക പ്രോഗ്രാംസ് ഒക്കെ അവർ അവതരിപ്പിക്കുകയാണ്. ശിവ എൻ്റെ പൊന്നെ ഒരു സൂപ്പർ പെർഫോമൻസ്, ഒരു മിക്കി മൗസിന്റെ ഒക്കെ പെർഫോമൻസ്, ഒരു 4-5 ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് സത്യയും റാണവും നമ്മൾ ഇന്നലെ ചെയ്തതിന് എല്ലാവരോടും സോറി പറയുന്നു എന്ന് പറയുകയാണ്, പ്രാങ്ക് ആണെന്ന് പറയുന്നില്ല. പിന്നീട് ജാക്ലിൻ മുത്തുവിനടുത്ത് പറയണേടാ ഞാൻ ഇവിടെ നിന്ന് ഈ ആഴ്ച പോവും എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഏത് നേരം ഈ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാണ്. അപ്പം മുത്തു പറയട്ടെ, ഇത് ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണല്ലോ, നമ്മളിങ്ങനെ പറയണം നല്ലതാണടി. അപ്പം ജാക്ലിൻ എനിക്കിത് ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പം മുത്തു ഇതാണ് ഗെയിം, അത് നീ ആദ്യം മനസ്സിലാക്ക്. കുറച്ച് കഴിയുന്നു. അപ്പോഴാണ് ബോയ്സിൻ്റെ ടോയ്ലറ്റിൻ്റെ അവിടെയുള്ള കണ്ണാടിയിൽ ദർപ്പണത്തിൽ വിഷു ലവ് മാഷി എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഇതാര് കാണുന്നു? വർഷിണിയും അരുണും നമ്മുടെ അധികൃതരെല്ലാവരും കാണുന്നു. ലിപ്സ്റ്റിക്ക് വെച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് വരച്ചത്? റാണവോടെ ഉണ്ട്. വർഷിണി പണിഷ്മെന്റ് എത്ര തവണ കൊടുത്തു കഴിഞ്ഞാലും ഇവരെന്താണ് അനുസരിക്കാത്തപ്പോൾ റാണവ് ഞാനല്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യണ്ട, കണ്ടുപിടിക്കാൻ നീ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ട കേട്ടല്ല, നീ ആണെന്നാണ് എൻ്റെ സംശയം. അപ്പോൾ റാണവ് കൊള്ളാമല്ലോ, ഞാനാണെന്നോ, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ മണ്ടയ്ക്കറുന്ന ഞാൻ മാനേജ്മെന്റിനെതിരെ പ്രവർത്തിക്കുള്ളൂ, നീ പോയി പ്രവർത്തിയിര് എന്ന് പറഞ്ഞിട്ട് വർഷിണിയും റാണവോടെ വഴക്കാണ് സ്റ്റുഡൻറ്റും ടീച്ചറുമായിട്ടുള്ളത്. പിന്നീട് വർഷിണി ബോയ്സിൻ്റെ അടുത്തും ഗേൾസിൻ്റെ അടുത്തും ഇരിക്കുന്ന അടുത്ത് പോയി ചോദിക്കാൻ ആരാണ് ലിപ്സ്റ്റിക് കൊണ്ട് അവിടെ വരച്ചു വെച്ചാൽ വളരെ മോശമായി പോയി. ബോയ്സിൻ്റെ ബാത്റൂമിൽ അങ്ങനെ വരച്ചു വെച്ചത് മാഷി വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ തർഷിക വിശാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാഷി വിഷു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിശാൽ പറയാണ് അത് ലിപ്സ്റ്റിക് ഇപ്പോൾ ബോയ്സ് ടീമിൻ്റെ അവിടുത്തെ ബാത്റൂമിലല്ലേ വരച്ചു വെച്ചിരിക്കുന്നത്, അവിടെ ലിപ്സ്റ്റിക് എടുക്കണമെങ്കിൽ അൻഷിതയിൽ മാത്രമേ ലിപ്സ്റ്റിക് ഉള്ളൂ. അൻഷിതയാണല്ലോ ബോയ്സ് ടീമിൽ വന്നത്, അൻഷിതയിലെ ചോര്. അപ്പോൾ വർഷിണി അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിവാകാൻ നോക്കണ്ട, ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന ലിപ്സ്റ്റിക് എടുക്കാമല്ലോ, എന്നിട്ടത് വരയ്ക്കാമല്ലോ. അസംബ്ലി കൂടുന്നു, ആരാണ് ചെയ്തതെന്ന് പറയും. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ശിക്ഷ കിട്ടും. അതുകൊണ്ട് ആരാണ് ചെയ്തതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. അപ്പം മഞ്ചരി പറയാണ് തർഷികയുടെ പേര് തർഷികയെ കൂടിയാണ് അങ്ങനെ ആക്കി ഇങ്ങനെ അലമ്പാക്കി വെച്ചിരിക്കുന്നത് എന്നല്ല മഞ്ചരി പറയുന്നുണ്ട്. അപ്പം തർഷിക ഞാൻ എൻ്റെ പേരെടുത്ത് പറയുന്നത് എന്തിനാ, ഞാൻ എഴുതിയെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറയുന്നത് മഞ്ചരി, നീ ആവശ്യമില്ലാതെ ട്രിഗർ ആവുകയാണ്, ഞാൻ നിന്നെ അല്ല പറഞ്ഞത്, നീ എഴുതിയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ തർഷിക ഞാൻ കണ്ടു, ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന കണ്ടിട്ട് വന്ന് വിശാലിൻ്റെ എഴുതി ഞാൻ പറഞ്ഞു. അപ്പോൾ ദീപക്ക് ഞാൻ ഏറ്റെടുക്കണോ, ഞാൻ വേണമെങ്കിൽ ഏറ്റെടുക്കാം, ഞാൻ എഴുതിയെന്ന് പറയാം, പ്രശ്നം തീരില്ല. അപ്പോൾ വർഷിണി സ്റ്റുപ്പിഡ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ദീപക്ക് സ്റ്റുപ്പിഡോ ഇതെല്ലാവരും കേൾക്കുന്നു. അപ്പോൾ തർഷികയും മഞ്ചരിയും കൂടെ ഇങ്ങനെ കളിയാട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് തർഷിക ഞാൻ എഴുതിയോ, എൻ്റെ പേരെന്തിനാ എല്ലാവരും കൂടെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി ബാത്റൂമിൽ കയറി വാതിലടക്കിയാണ്. അങ്ങോട്ടേക്ക് ജാക്ലിൻ പോകുന്നു, ഞാൻ ദാ വരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ഇത് തർഷിക അനാവശ്യമായിട്ട് എടുത്തതാണ്. അപ്പം മഞ്ചരി തർഷികയുടെ പേര് പോയിന്റോട്ട് പോലും ചെയ്യുന്നില്ല എപ്പിസോഡിൽ. തർഷിക പിന്നീട് കരയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അയ്യോ തർഷിക ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തോ. അപ്പം ജാക്ലിനും വർഷിണിയും മഞ്ചരിയും എല്ലാവരും പോയിട്ട് എടാ അങ്ങനെയൊന്നും അല്ല, നിന്നെ പറഞ്ഞില്ല, നീ അങ്ങനെ ആക്കി എടുത്തതാണ്, നീ സ്വന്തമായിട്ട് ട്രിഗർ ആയതാണ് എന്നെല്ലാം പറയുന്നു. ഈ പ്രശ്നം ഒരുവിധം സോൾവ് ആകുമ്പോഴാണ് നമ്മുടെ വർഷിണി പ്രിൻസിപ്പൽ സ്റ്റുപ്പിഡ് എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളെ വിളിച്ചതിന് എതിരായിട്ട് കുട്ടികൾ പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. കുട്ടികൾ ആ സംഭവത്തിന് മാത്രമല്ല പ്രൊട്ടസ്റ്റ് നടത്തുന്നത്, ആരാണിത് എഴുതിയത് എന്ന് പറയണം. അതിനും കൂടി വേണ്ടിയിട്ടാണ്, 2 കേസിന് വേണ്ടിയിട്ടാണ്. അപ്പോഴും സാജനയുണ്ട്, ദീപക്കുണ്ട്, മുത്തുണ്ട്, എല്ലാവരും ഉണ്ട്, പ്രൊട്ടസ്റ്റിന് എല്ലാവരും ഉണ്ട്. അപ്പോൾ അൻഷിത അങ്ങോട്ട് മാറി മുട്ടുകുത്തിയിരിക്കുകയാണ്. സൗന്ദര്യം എന്നിട്ട് ആരാണ് ഈ ചീപ്പ് വേല കാണിച്ചതെന്ന് പറയും, മര്യാദയ്ക്ക് പറയാം. മഞ്ചരി എന്നിട്ട് ഞാനും കൂടെ നിങ്ങളോട് മുട്ടുകുത്തിയിരിക്കും, ആരാണ് കാണിച്ചതെന്ന് എനിക്കറിയാം. അപ്പം ഇവർ ആക്ച്വലി ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് മഞ്ചരി ടീച്ചർ മര്യാദയ്ക്ക് പെരുമാറാത്തതിനാണ്. മഞ്ചരി അല്ല വർഷിണി മര്യാദയ്ക്ക് പെരുമാറാതെ ഇവരെ സ്റ്റുപ്പിഡ് എന്നൊക്കെ വിളിച്ചതിന് മാപ്പ് പറയണം.
അതിനാണ് ഇവർ പ്രൊട്ടസ്റ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്ന് മഞ്ചരിയും കൂടി ഇരിക്കുമ്പോൾ ആരാണ് ഈ ചീപ്പ് വില കാണിച്ചതെന്ന് സൗന്ദര്യം പറയാൻ പറയുന്നു. അപ്പോൾ ഉടനെ തർഷിക എഴുന്നേറ്റ് വരുന്നു. ഞാൻ തന്നെയാണ് ചെയ്തത്. എന്താണ് പറയാനുള്ളത്? ഞാൻ തന്നെ, എനിക്ക് ശിക്ഷതാ ഞാൻ തന്നെ. ഇനിയിപ്പോൾ അവൾ പറഞ്ഞിട്ടില്ല ചീപ്പ് വില കാണിച്ചായിരുന്നു, ഞാൻ തന്നെ എഴുതിയത്, എന്നെ പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നു. സോറി, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതിന് സോറി, ട്രിഗർ ആയിപ്പോയി, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയൂല എന്ന് പറയാണ്. അതിനുശേഷം തർഷികയെ വർഷണി പ്രിൻസിപ്പൽ റൂമിലോട്ട് വിളിക്കുകയാണ്. തർഷികയാണോ അത് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, തർഷികയുടെ പേരിലാണ് കുറ്റം വരുന്നത്. അപ്പം അരുൺ പറയാണ് ഒരു അപ്പോളജീസ് ലെറ്റർ പ്രിൻസിപ്പലിന് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ജാക്ലിൻ പറയാണ് ഓക്കെ, ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് PT സാർ പണിഷ്മെന്റ് കൊടുക്കട്ടെ. അപ്പോൾ അരുൺ, PT സാർ എന്തിന് പണിഷ്മെന്റ് കൊടുക്കണം? ഇവർ ലവിന്റെ കേസ് അവിടെ എഴുതി വെച്ചതിന് പണിഷ്മെന്റ് PT സാർ എന്തിനു കൊടുക്കണം? ഇവിടെ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ PT സാർ എന്തിനാണ് കൊടുക്കുന്നത്? കുറച്ച് കഴിയുന്നു അരുണും ജാക്ലിനും കൂടെ ഭയങ്കര യമണ്ടം വഴക്കാണ്. ജാക്ലിൻ പറയുന്നു ഇനി എന്നെ ഇവിടുത്തെ ഡിസ്കഷനിൽ വിളിക്കേണ്ട, ഓക്കെ, നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിച്ചു. അപ്പോൾ അരുൺ, എന്താണ് അത്? നമുക്കിവിടെ ഒരു റോളും ഇല്ലല്ലോ, എനിക്ക് PT സാറിനൊക്കെ നമ്മൾ പറയുന്നതിന് ഒരു റോളും ഇല്ല, പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും മഞ്ജരി ടീച്ചറും എല്ലാം കൂടെ തീരുമാനിക്കുന്നു. അപ്പോൾ ജാക്ലിൻ, നിങ്ങൾ അരുണും ജാക്ലിനും സംസാരിച്ചു, നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ നിങ്ങൾ വന്ന എന്തിനാണ്? അപ്പം അരുൺ അടുത്ത വിഷയം മാറുവാണ്. അരുൺ, അത് ഇൻസ്പെക്ഷന് വന്നതാണ്, നിങ്ങളെ മോറൽ സയൻസ് ക്ലാസ് എടുത്ത് പലരെയും പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ പേരിൽ പറയാം, ഞാൻ എന്ത് പേഴ്സണൽ അറ്റാക്ക് ചെയ്തു? ഓരോരുത്തരും മോറൽ എടുത്തോണ്ടാണ് അത് നിങ്ങൾ പേഴ്സണൽ അറ്റാക്ക്. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഞാൻ വന്നപ്പോൾ നിങ്ങൾ ശരി തന്നെയാണ്, അവിടെ നിങ്ങൾ പേഴ്സണൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. അപ്പൊ ജാക്ലിൻ ID കാർഡ് ഊരിയിട്ട് ഞാൻ അവിടെ വെച്ചു, എനിക്ക് വേണ്ട ഈ ജോബ്, ഞാൻ പോവാണ്, ഇങ്ങനെയൊക്കെ വൃത്തിയാളുകൾ ആര് വിളിച്ചു തരുമ്പോൾ എനിക്ക് പറ്റത്തില്ല. എനിക്ക് തന്ന സിലബസ് ആണ് ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് തന്ന സിലബസിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ പെർസ്പെക്ഷനിൽ പറയാനാണ് ഉണ്ടായിരുന്നത്. മോറൽ പോലെ അവർ ചെയ്യുന്ന പ്രവർത്തികളുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അരുൺ, എൻ്റെ അടുത്ത് ഇന്നലെ വന്ന് ദീപക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ അറ്റാക്ക് പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല. അപ്പോൾ ജാക്ലിൻ കണ്ടോ പറയുന്ന ID കാർഡ് വലിച്ചെറിഞ്ഞിട്ട് പോയത് കണ്ടോ മാം? അപ്പോൾ ജാക്ലിൻ കണ്ടോ പറയുന്നുണ്ടോ ഞാൻ എന്ത് വലിച്ചെറിഞ്ഞു? ഞാൻ ഇങ്ങനെയല്ലേ വെച്ചത്, എന്താണ് ഞാൻ വലിച്ചെറിഞ്ഞത്? ഇയാൾ കാണിക്കുന്ന മാനിപ്പുലേഷൻ കണ്ടോ വർഷണി ടീച്ചർ? ID കാർഡ് എറിഞ്ഞോ ഞാൻ വെക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അരുൺ, ലവ് കോണ്ടന്റ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല. അപ്പൊ ജാക്ലിൻ, PT സാറിന് ശിക്ഷ കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞു, PT സാർ അവർക്ക് ശിക്ഷ കൊടുക്കും എന്നല്ലേ ഞാൻ പറഞ്ഞു, വേറെ വല്ലതും ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യേ, ദീപക്കിനെ വിളിച്ച് ചോദിക്കുക, ദീപക്കിന് ഇന്നലെ പറഞ്ഞ കാര്യം ഹേർട്ട് ആയെന്നുണ്ടെങ്കിൽ, ഞാൻ ആ ക്ലാസ് എടുത്താൽ ഹേർട്ട് ആയെന്നുണ്ടെങ്കിൽ ഞാൻ ദീപക്കിനോട് സോറി പറയാം. എന്തോ ദീപക് വരുന്നു, ജാക്ലിൻ, എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ് എനിക്ക് സിലബസിൽ പറയാനുള്ളത്, ഞാനത് പറഞ്ഞു, അത് നിങ്ങൾക്ക് പേഴ്സണൽ അറ്റാക്കായിട്ട് തോന്നിയില്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷെ പറയുന്ന രീതി കേട്ടപ്പോഴേ അങ്ങനെ തോന്നിയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സോറി പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാലം തൊട്ട് തൊഴുകയാണ്. അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ജാക്ലിൻ എന്ത് ചെയ്യുന്നു, നേരെ കരഞ്ഞുകൊണ്ട് വാഷ്റൂമിലോട്ട് പോകണം, മൈക്കെല്ലാം വലിച്ച് ജാക്ലിൻ എറിയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ദീപക് പറയാണ് കണ്ടോ ആ കഥ പറഞ്ഞ്. അപ്പം ദീപക് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ദീപക് പറയണം ആ കഥ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പവിത്ര ആനന്ദ് ഇതേ സമയം ജാക്ലിൻ്റെ വാഷ്റൂം ഓപ്പൺ ചെയ്ത് ജാക്ലിൻ ഭയങ്കര കരച്ചിലാണ്, മണിക്കൂറുകളോളം നീണ്ടുന്ന കരയുവാണ്. കുറച്ച് കഴിഞ്ഞ് മഞ്ജരി വരുന്നു. അപ്പം കുറേ മണിക്കൂർ 1-2 മണിക്കൂർ കഴിഞ്ഞാണ്, ഇത്ര നേരം നീ ഇവിടെ നിന്ന് കരയുമായിരുന്നോ? ഇത്രയും നേരം നിനക്ക് എന്ത് ജാക്ലിൻ നിനക്ക്? കുറച്ച് കഴിയുന്നു അരുൺ, എല്ലാ കാര്യത്തിനും ഞാനിപ്പോൾ ഒന്നും മിണ്ടിക്കൂടാ, എല്ലാം ഇവർക്ക് ഈ പറയുന്ന മോറൽ സയൻസ് ടീച്ചർ പറയുന്നത് പോലെ എല്ലാം ചെയ്യണം, അവർ പറയുമ്പോൾ ഈ PT സാറ് എല്ലാത്തിനും ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഒരു കാര്യം ചെയ്യും, പ്രിൻസിപ്പൽ മാം നിങ്ങൾ പറയും, ഞാൻ അവിടെ പോയി മിണ്ടാതിരിക്കാം, നിങ്ങൾ പറയുന്നത് വരെ ടാസ്ക് തീരുന്നവരെ ഞാൻ മിണ്ടാതിരിക്കാം, അതേ നടക്കുള്ളൂ. എന്തിന് എപ്പോഴും PT സാർ ശിക്ഷ കൊടുക്കണം. ജാക്ലിൻ ഇതേ സമയം വാഷ്റൂമിൽ ഇരുന്നിട്ട്, ദീപക്കിന് ഞാൻ പറഞ്ഞത് പേഴ്സണലായിട്ടാണോ അവിടെ എടുത്തത്? അങ്ങനെയാണെങ്കിൽ എന്നെ പറഞ്ഞായിട്ട് എനിക്കും എടുക്കാമായിരുന്നല്ലോ, എനിക്ക് മാപ്പ് പറഞ്ഞതല്ല പ്രശ്നം, എന്നെ മനഃപൂർവ്വം എന്നെ ഓരോന്ന് ടാർഗറ്റ് ചെയ്ത് പറയാണ് അരുൺ. അപ്പോൾ പവിത്ര, അത് ചിലർ കാണിക്കുന്നതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശം ഉണ്ടടി, മെയിൽ ഈഗോ പലർക്കും ഇല്ലെന്നാണ് നമ്മൾ കരുതിയത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾക്കാണ് ഇവിടെ മെയിൽ ഈഗോ ഉള്ളത് എന്ന് പറയുന്നു. അങ്ങനെ ആ പ്രശ്നം അവിടെ ഒരുവിധം സോർട്ട് ഔട്ട് ആയി പോകുന്നു. അതിനുശേഷമാണ് അസംബ്ലി വരുന്നത്. അസംബ്ലിയിൽ റാങ്കിങ് സെക്ഷനാണ്, അതായത് നല്ല സ്റ്റുഡൻസിനെയാണ് ടീച്ചർമാർ ചേർന്നുകൊണ്ട് സ്റ്റുഡൻസിനെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ 3 പൊസിഷന് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് മെഡൽ കൊടുക്കുന്നതായിരിക്കും. അടുത്ത 8 പൊസിഷനുകളിൽ കൺസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ഈ 11 പേരെ കൂടാതെ വരുന്ന ബാക്കിയുള്ള 3 പേർക്ക് ഇമ്പോസിഷൻ കൊടുക്കുന്നതായിരിക്കും. കാരണം ഇത്രയും ഇതിനകത്ത് വരാത്തത് മോശപ്പെട്ട കുട്ടികളാണ്, അപ്പോൾ അവർക്ക് ഇമ്പോസിഷൻ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ജാക്ലിൻ ഓരോ ടീച്ചേഴ്സ് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ജാക്ലിൻ പറയാണ്, മുത്തുവാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്, മുത്തുവിന് മര്യാദ ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കാര്യം അനുസരിക്കുന്നുണ്ടായിരുന്നു. സാജനയാണ് ഞാൻ സെക്കൻഡ് പറയുന്നത്, സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പല കാര്യങ്ങളും സാജന ചെയ്തു. അൻഷിതയാണ് 3ാമത് പറയുന്നത്, ബിഹേവിയർ മനസ്സിലാക്കേണ്ടത് നമുക്ക് വന്നില്ല, അത്ര നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അടുത്ത് മഞ്ജരി, എനിക്ക് ഈ ഇടയായിട്ട് ജാക്ലിൻ ചെറുതായിട്ട് അൻഷിതയ്ക്ക് സപ്പോർട്ട് പിടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ.
അപ്പൊ മഞ്ചരി മുത്തു ആണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള, സാചന സെക്കൻഡ്, രഞ്ജിത്ത് തേർഡ്. 3 പേരും സ്റ്റുഡൻസ് ടീച്ചേഴ്സ് എന്നുള്ള ആ ഒരു റോളിൽ കറക്റ്റ് പ്ലേ ചെയ്തു. അടുത്ത് ജെഫ്രി, ഫസ്റ്റ് മുത്തു, സെക്കൻഡ് റയാൻ, തേർഡ് സാചന. അപ്പൊ അടുത്ത് വർഷിണി, ഫസ്റ്റ് സാചന, സെക്കൻഡ് റയാൻ, തേർഡ് മുത്തു. അപ്പൊ അടുത്ത് അരുൺ, ഫസ്റ്റ് സാചന, സെക്കൻഡ് മുത്തു, തേർഡ് ആനന്ദി. അടുത്ത് ശിവ, ഫസ്റ്റ് ആനന്ദി, സെക്കൻഡ് സാചന, തേർഡ് മുത്തു എന്നിങ്ങനെ പറയുവാണ്. അപ്പം ഓരോരുത്തർക്കും കിട്ടി, എത്ര ബ്രോൺസ് കിട്ടി, എത്ര സിൽവർ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഒരു മെജോറിറ്റി ഡിസ്കഷനിലോട്ട് വരുവാണ്. എന്നിട്ട് ഈ 3 പൊസിഷൻ കൂടാതെ തന്നെ ബാക്കിയുള്ളവരുടെ പൊസിഷനും 4-ലാര്, 5-ലാര്, 6-ലാര് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ. അങ്ങനെ ഗോൾഡ് മെഡൽ മെഡൽ ഇട്ട് കൊടുക്കുന്നു. ഗോൾഡ് മെഡൽ മുത്തുവിന് കിട്ടുന്നു, സിൽവർ മെഡൽ ഒരു മാലയാണ് സാചനയ്ക്ക് കിട്ടുന്നു, ബ്രോൺസ് മെഡൽ റയാന് കൊടുക്കുന്നു. അടുത്ത 8 പേർക്ക് കൺസർവേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതിനകത്ത് 4ാമത്തെ സ്ഥാനം, അതായത് മുത്തു, സാചന, റയാൻ കഴിഞ്ഞിട്ട് 4ാമത്തെ സ്ഥാനം ആനന്ദി, 5 രഞ്ജിത്ത്, 6 അൻഷിത, 7 വിശാല്, 8 പവിത്ര, 9 സൗന്ദര്യ, 10 ദീപക്, 11 തർഷിക. അപ്പോൾ 4ാം സ്ഥാനം മുതൽ 11 വരെയുള്ള 8 പൊസിഷൻസിന് കൺസർവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥാനത്ത് റിയ, ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അടുത്ത ആളെ കേട്ടാൽ അടുത്ത ആൾ ഇവരാണ്. അതിനുള്ള കാരണങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പൊ റിയയാണ് അടുത്ത. റിയ പറഞ്ഞു എനിക്കിത് വേണ്ട, ഞാൻ അവസാനം നിന്നോളാം, കാരണം ഞാൻ എല്ലാത്തിലും ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിന്നതാണ്, എനിക്കിത് വേണ്ട, ഞാനിത് ഡിസർവ് ചെയ്യുന്നെന്ന് തോന്നുന്നില്ല. റിയ, നമ്മൾ തരുന്നത് നിനക്ക് നിൽക്കാൻ പറ്റും, എനിക്ക് വേണ്ട. ബിഗ് ബോസിന് വേണ്ടിയാണെങ്കിൽ, ബിഗ് ബോസ് എന്ന ടാസ്ക് ആണെങ്കിൽ ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റിയ നിൽക്കുന്നു. 13ാമത്തെ സ്ഥാനം സത്യയ്ക്കും 14ാമത്തെ സ്ഥാനം റാണവിനും കൊടുക്കുകയാണ്. അപ്പൊ വിശാല്, ഞാൻ ഈ പൊസിഷനിൽ വന്നു, 7ാമത്തെ പൊസിഷനിൽ കള്ളിയായ ആനന്ദി എങ്ങനെയാണ് ഈ കൺസർവേഷൻ സർട്ടിഫിക്കറ്റിൽ 1-ൽ? അപ്പം എല്ലാവരും അത് ക്യാരക്ടർ നമ്മൾ നോക്കുന്നില്ല, ക്യാരക്ടർ നോക്കാതെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതോ അത് നിന്റെ കാര്യത്തിൽ 2 പേർ, അൻഷിതയാണോ വിശാലാണോ എന്നുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് അവിടെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും അല്ല നിന്റെ കേസിൽ പറഞ്ഞത്. അവിടെ ആനന്ദി ഈസ് ദ ഓൺലി വൺ ഓപ്ഷൻ. ഓക്കെ, പിന്നെ ഇവിടെ അധിക പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് സത്യയും റാണവുമാണ്. അപ്പൊ അവസാനം 3 പൊസിഷനിൽ വന്നിരിക്കുന്ന റിയ, സത്യ, റാണവ്, ഇവർക്ക് ഇമ്പോസിഷൻ ആണ്. ഇവർക്ക് ആദ്യത്തെ 3 പൊസിഷനിലുള്ളവർക്ക് മെഡല്, അടുത്ത 8 പൊസിഷനിലുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത 3 പൊസിഷനിലുള്ളവർക്ക് ലാസ്റ്റ് 3 പൊസിഷനിൽ വരുന്നവർക്ക് ഇമ്പോസിഷൻ ആണ് കൊടുക്കുന്നത് 100 തവണ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇമ്പോസിഷൻ കൊടുക്കുകയാണ് റിയയ്ക്കും സത്യയ്ക്കും റാണവിനും. റിയയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ്. ഇവന് സത്യയ്ക്ക് കൊടുക്കുന്നത് അധികൃതരെ ബഹുമാനിക്കുമെന്നാണ്. അടുത്ത റാണവിന് കൊടുക്കുന്നത് അധികൃതരെ കീഴ്പ്പെട്ട് ജീവിക്കും എന്നുള്ളതാണ്. അങ്ങനെ 3 പേരും എംപോസിഷനൊക്കെ എഴുതി ബുക്കൊക്കെ കൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കുന്നു. ടാസ്ക് അവസാനിക്കുന്നു. അരുൺ സത്യയോട് സോറി പറയുന്നു, കുഴപ്പമില്ല, എൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, എൻ്റെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ റിയ സത്യയുടെ അടുത്ത് എങ്ങനെയാണ് ഈ റയാൻ 3ാം പൊസിഷനിലെത്തിയത്, എന്താണ് റയാൻ അവിടെ ചെയ്തത്? എനിക്കും തോന്നുന്നില്ല റയാൻ ആക്റ്റീവ് ആണെന്ന്, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല, ആക്റ്റീവ് ആയിരുന്നില്ല ഈ ടാസ്കിൽ. അങ്ങനെ സ്കൂൾ ടാസ്ക് എല്ലാം അവസാനിക്കുന്നു. പിന്നീട് റിയയും മഞ്ചരിയായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പൊ റിയ പറയാണ്, ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതിനെക്കാലം മറ്റു പലരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവരെയൊക്കെ നല്ല പൊസിഷനിലോട്ട് കൊടുത്തു എന്നെല്ലാം പറയുകയാണ്. അപ്പൊ ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. നാളെ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ഈ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ ആണെങ്കിലും ആര് പോകുമെന്ന് നല്ല സംശയമാണ്. നാളെ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ, ആരാണ് ഈ ക്യാപ്റ്റൻസി നോമിനേഷൻ. കാരണം എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു, റയാനൊന്നും അല്ല, എല്ലാവരും, ഈവൻ സത്യയും റയാനും ഉൾപ്പെടെ നല്ല, ചിലപ്പോൾ റയാനെന്ന് റാണവ്, അപ്പൊ റാണവിനെയൊക്കെ ചിലപ്പോൾ നാളെ പറയാൻ ചാൻസ് ഉണ്ട്. കോണ്ടന്റ് ഉണ്ടാക്കിയ ആൾക്കാരാണല്ലോ. നോക്കാം നമുക്ക് ആരെയൊക്കെ നാളെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യും, വേസ്റ്റ് പെർഫോമർ ആയിട്ട് ആരൊക്കെ വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നാളെ പലർക്കും ഡബിൾ സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വന്നിട്ടുള്ള റാങ്കിങ്ങിൽ നിന്നും നാളെ വരുന്ന സാധനങ്ങൾ തെറ്റും. മനസ്സിലായോ? അതേസമയം ഇന്ന് ഇവർ പറഞ്ഞിട്ടുള്ള ഈ റാങ്കിങ് പ്രകാരമാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് പ്ലേ ചെയ്തവർ മുത്തു, സാചന, രഞ്ജിത്ത്, മുത്തു, സാചന, റയാൻ, അങ്ങനെ പറയുള്ളൂ ഏറ്റവും അടിപൊളിയായിട്ട് പ്ലേ ചെയ്തത്. അല്ല ഇവരുടെ മനസ്സിൽ ഡബിൾ പ്ലേ വരികയാണെങ്കിൽ നാളെ നമുക്കത് കണ്ടറിയാം. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.